ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുന്നേ നമ്മുടെ ബിഗ് ബോസ് താരം നന്ദനയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുന്നത് നന്ദന ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നന്ദനയുടെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ രാവിലെ മുതൽ ആ ഒരു വീഡിയോ കുറച്ച് നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ അധികം ബാഡ് കമന്റുകളും അതുപോലെ തന്നെ അതായത് എൻ്റെ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമന്റുകളും വരുന്നുണ്ട്. അതായത് നന്ദനെ ഇഷ്ടപ്പെടാത്തവർ കുറേ അധികം നെഗറ്റീവ് ഇടും. അതുപോലെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പറയും എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റുകളും വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തമ്പനയിൽ എന്ന് പറയുന്നത് നന്ദനയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ രാത്രിയിലെ നന്ദനയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പനയിലാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇത് 3 ദിവസം മുന്നേ ഇട്ടതാണ്. അപ്പോൾ ഇത് വലിയ വ്യൂ ഒന്നും വന്നില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ മുതലാണ് അതിന് അത്യാവശ്യം നല്ല വ്യൂ വരാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ഓരോരുത്തർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വ്യക്തിപരമായിട്ട് അവരോടൊന്നും വൈരാഗ്യമൊന്നുമില്ല. നമ്മൾ ബിഗ് ബോസിലൂടെയാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിലവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് നന്ദനയോട് പ്രത്യേകിച്ച് വ്യക്തിവൈരാഗ്യം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അപ്പോൾ ആ ഒരു വീഡിയോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നന്ദന തന്നെ വന്നിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ കമന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് ഞാൻ നന്ദന എന്താ കമന്റ് ഇട്ടെന്നുള്ളത് പറയാം. അപ്പോൾ നന്ദന ഇട്ട കമന്റ് എന്ന് പറഞ്ഞ ഇതായിരുന്നു: ചേച്ചി നമ്പർ ഞാൻ പോകുന്ന സ്ഥലമൊക്കെ ചേച്ചിയോട് വിളിച്ച് പറയാം, അപ്പോൾ ചേച്ചിക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാലോ, വീഡിയോ എന്തായാലും എന്നെ വിറ്റ് ജീവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ നന്ദന തന്നെ വന്നിട്ട് ആ ഒരു വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയായി. അയ്യോ, നന്ദന ആ വീഡിയോ കണ്ടല്ലോ എന്നോർത്ത് ചെറിയൊരു പേടി തോന്നി. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ കമന്റ് ഇട്ടു, എടി പെണ്ണെ, നീ വീഡിയോ പബ്ലിക്കായിട്ട്, അതായത് നന്ദനയുടെ അക്കൗണ്ടിൽ തന്നെ ആ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ അതൊരു ഇച്ചിരി മോശമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഒരു നന്ദനയുടെ ആ ഒരു വീഡിയോയ്ക്ക് ഒരു കമന്റ്, എടി പെണ്ണെ, നീ വീഡിയോ പബ്ലിക്കായിട്ട് ഇട്ടിട്ടില്ലേ, ഞാൻ റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടു. അപ്പോൾ നന്ദന വീണ്ടും അടുത്ത കമന്റ് ഇട്ടു: സ്ത്രീയെ, നീ ജീവിച്ചോ, എന്നെ വെച്ചിട്ട് ഒരാൾക്ക് ഒരു ജീവിതം, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാൽ നിനക്ക് വീഡിയോ ചെയ്യാൻ കണ്ടന്റ് കിട്ടുമോ? സോ എന്നെ വെച്ച് പിള്ളേർക്ക് ആര് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്ദന ഒരു കമന്റ് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നന്ദനയുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയപ്പോഴത്തേക്കും നന്ദന അതായത് എൻ്റെ യൂട്യൂബിൻ്റെ SRKT വേൾഡ് എന്നുള്ള യൂട്യൂബിൻ്റെ ആ ഒരു പിക്ചറും എൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് നന്ദനയുടെ അക്കൗണ്ടിൽ, അതായത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഈ അക്കൗണ്ടിലുള്ള ഇവരുടെ ഇൻസ്റ്റഗ്രാം ID ആർക്കെങ്കിലും അറിയുമോ എങ്കിൽ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് നന്ദനയ്ക്ക് മെസ്സേജ് അയച്ചു, എന്താണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ നന്ദന എനിക്ക് ആദ്യം പറഞ്ഞു, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, ചേച്ചി എന്നെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ എനിക്ക് അങ്ങോട്ട് നന്ദനെ വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം നന്ദന ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അതിൽ നന്ദന പറഞ്ഞത്, ചേച്ചി വീഡിയോ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചേച്ചി ആ വീഡിയോയ്ക്ക് ഇട്ടിരിക്കുന്ന തമ്പനയിൽ അത് കുറച്ച് മോശമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ചേച്ചി തമ്പനയിൽ ഇടുമ്പോൾ അത് കാണുന്ന ആൾക്കാർ അത് വേറെ രീതിയിൽ എടുക്കും. ചേച്ചി വീഡിയോ ഇട്ടായാലൊന്നും എനിക്ക് പ്രശ്നമില്ല, അതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്ന് ഈ നന്ദനയുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത്, ഇപ്പോൾ 2-3 ദിവസം ഈ ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്നാണ് ഈ ഒരു വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം റീച്ച് ഉണ്ടായത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നന്ദനയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ചേച്ചി വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നന്ദന ആ ഒരു വീഡിയോയ്ക്ക് കമന്റ് ഇട്ടത്. അപ്പം അങ്ങനെ നന്ദന പറഞ്ഞത്, ചേച്ചി വീഡിയോ ചെയ്തു, പക്ഷെ ആ തമ്പനയിലൊന്ന് മാറ്റണം, കാരണം അങ്ങനെയുള്ള തമ്പനയിൽ ഇടുമ്പോഴത്തേക്ക് അത് കുറച്ച് മോശമായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നന്ദന അത് പറഞ്ഞിട്ടപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി, കാരണം ഞാൻ ഇട്ട ആ ഒരു തമ്പനയിൽ കുറച്ച് മോശമായി പോയി. അപ്പോൾ തിരിച്ച് ഇൻസ്റ്റയിൽ തന്നെ ഞാൻ വോയിസ് അയച്ചു, സോറി, ഞാൻ ആ ഒരു തമ്പനയിൽ അപ്പം തന്നെ ഞാൻ മാറ്റി. അപ്പോൾ എന്താ പറയുക, നമ്മൾ മനഃപൂർവ്വം അവരെ ദ്രോഹിക്കണം അല്ലെങ്കിൽ മനഃപൂർവ്വം അവരോട് വ്യക്തിവൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ബിഗ് ബോസ് ആണ്. അപ്പോൾ ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം വ്യൂ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദനയുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നന്ദന ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് റീൽസ് ചെയ്തപ്പോഴത്തേക്കും അത് കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ആ കുട്ടിയുടെ ഒരു വൈരാഗ്യം ഒന്നുമില്ല. നമ്മൾ നേരിൽ കണ്ടിട്ട് പോലും ഇല്ല, ബിഗ് ബോസിലൂടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന് നന്ദന പറഞ്ഞു, ചേച്ചി വീഡിയോസൊക്കെ ചെയ്തു, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയുള്ള തമ്പനയിൽ ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനൊരു തമ്പനയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്തായാലും എനിക്ക് നന്ദന അങ്ങനെ വന്ന് കമൻറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നന്ദനയുടെ വീഡിയോസ് ഒന്നും തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കത്തില്ല. കാരണം എനിക്കത് കുറച്ച് വിഷമമായി പോയി. കാരണം ഞാൻ ചെയ്തത് ചെറിയൊരു
തെറ്റായെന്ന് എനിക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ആ പെങ്കൊച്ചിനെ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ എന്തായാലും നന്ദന അടുത്ത് ഞാൻ അതിന് സോറി പറഞ്ഞു. കാരണം എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാൻ അങ്ങനെ ഒരു തമ്പനയില് പക്ഷെ വീഡിയോയിൽ അത്ര മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ തമ്പനയിൽ കുറച്ചൊരു ബോറായി പോയി. അപ്പൊ എന്തായാലും അത് പറഞ്ഞു. അപ്പൊ നന്ദന തന്നെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ചേച്ചി, വീഡിയോ ഒക്കെ ചെയ്തു, പക്ഷെ അങ്ങനെയുള്ള തമ്പനയിലൊക്കെ ഇടരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു, ഇനി അങ്ങനെ തമ്പനയിൽ ഇടത്തില്ല, ഞാൻ ആ ഒരു തമ്പനയിൽ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും എനിക്കൊരു അതിശയം തന്നെ തോന്നിപ്പോയി. കാരണം നമ്മൾ ബിഗ് ബോസിലൂടെയൊക്കെ കണ്ട ആ ഒരു നന്ദന, നമ്മൾ അതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കൊരു പേടി തോന്നിയോ, ഇനിയിപ്പോൾ എന്ത് പറയാനായിരിക്കും എന്നൊക്കെ ഓർത്ത് ആദ്യം ഒരു പേടിയൊക്കെ തോന്നി. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇട്ടു, നന്ദനയുടെ ആങ്ങളമാർ വന്നിട്ട് ചേച്ചിയുടെ ചാനൽ സ്ട്രൈക്കൊക്കെ തരും, സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങനെയും കമന്റൊക്കെ ഇട്ടു. അപ്പോൾ എന്നാലും നന്ദന വന്നിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു, ഇങ്ങനെയുള്ള തമ്പനയിലൊക്കെ ഇടരുതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനത് എഗ്രി ചെയ്തു, ഞാൻ ആ ഒരു തമ്പനയിൽ മാറ്റുകയും ചെയ്തു. പക്ഷേ ഞാൻ മാത്രമല്ല അങ്ങനെ ഉള്ള വീഡിയോസ്, അതായത് റിയാക്ഷൻ വീഡിയോസൊക്കെ ഇതിലും മോശപ്പെട്ട രീതിയിൽ തമ്പനയിലും ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് നോക്കി നന്ദനയുടെ വീഡിയോസ്, ട്രോൾ വീഡിയോസൊക്കെ കുറേ നോക്കി. അതിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഒരുപാട് ട്രോൾ വീഡിയോ ഒക്കെ നന്ദനയ്ക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും എന്നിട്ട് ഞാൻ പറഞ്ഞു, എല്ലാവരുടെ അടുത്തും ഇതുപോലെ പോയി പറയാറുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റ്, അതായത് ആ ഒരു തമ്പനയിൽ ഞാൻ മാറ്റി. അതുപോലെ തന്നെ ഇനി ഈ നന്ദന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം ശരിയാണ്, അവർ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവരവരുടെ കാര്യങ്ങളുമായിട്ട് അവർ ജീവിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവരെ പുറകെ പോയിട്ട് അവരുടെ നെഗറ്റീവ് അല്ലെ അവരുടെ പോസിറ്റീവ് ഒന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിഷയം ക്ലോസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു തെറ്റിന് ഞാൻ നന്ദനയോട് ക്ഷമ പറയുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല വ്യൂ വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല. ഇപ്പം വ്യൂ ഒന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയാണ്. പക്ഷെ ഇന്ന് രാവിലെ തൊട്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കുന്നില്ല. അതിൽ ഞാൻ അങ്ങനെ അത്ര വലിയ മോശപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഡ്രസ്സ് കുറച്ച് ഓവറായി പോയി. അതുപോലെ തന്നെ നന്ദനയുടെ അമ്മേനെ പോലെ തന്നെയാണ്, അവളുടെ അമ്മേനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം അവളുടെ അമ്മ വീട്ടു ജോലിക്കൊക്കെ പോയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ സെയിം എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്, വീട്ടു ജോലിക്ക് പോയാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഇത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് പൂർണ്ണമായിട്ടും നെഗറ്റീവ് പറഞ്ഞു എങ്കിൽ പോലും കുറച്ച് നല്ല രീതിയിൽ കൂടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, അതായത് നന്ദന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നതായിരിക്കത്തില്ല. എന്തായാലും എല്ലാവർക്കും സോറി. ആ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും അറിയാതെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, എല്ലാവർക്കും ബൈ.